ഏയ് ഗായ്സ്, ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കഴിക്കാനുണ്ടായെന്ന് നോക്കാം. രാവിലെ തന്നെ ബ്രെഡായിരുന്നേ. സാധാരണ എല്ലാ സമയത്തും ക്രിസ്മസിന് അപ്പമാണ്, പക്ഷെ എനിക്ക് കൂടുതലും ബ്രെഡാണ് ഇഷ്ടം. വേറെ ഒന്നും കൊണ്ടല്ല, ബ്രെഡിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ബീഫ് സ്റ്റൂ ആയതുകൊണ്ടാണ്. എനിക്ക് അപ്പം സ്റ്റൂ കോമ്പിനേഷനൊക്കെ കൂടുതൽ ഇഷ്ടം ഈ ബ്രെഡ് സ്റ്റൂ കോമ്പിനേഷനാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്നെ പോലെ ബ്രെഡ് സ്റ്റൂ കോമ്പിനേഷൻ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യണോട്ടാ, ആരൊക്കെ ഉണ്ടെന്ന് അറിയാല്ല. കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സാധാരണ ഞാൻ ബ്രഞ്ചാണ് കഴിക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉച്ചക്കത്തെ ലഞ്ചിന്റെ പരിപാടി നോക്കാം. നല്ല ചൂട് ബീഫ് കറിയാണ്, നല്ല പച്ചക്കായിട്ട് വെച്ച ബീഫ് കറിയാണ്. എനിക്ക് പച്ചക്കായിട്ട ബീഫ് കറി ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റം ചിക്കൻ കറി. ആക്ച്വലി ചിക്കൻ കറി പോലെ തന്നെയാണ് വെച്ചേക്കണത്. രണ്ട് കറി പോലെ ആയതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നല്ല കുടമ്പുളിട്ട് വെട്ടിച്ച് നല്ല മീൻ കറി. പിന്നെ നമ്മുടെ സ്രാവാണിത്. ആക്ച്വലി ഞാൻ സ്രാവ് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണേട്ടാ. ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രം മേടിച്ചാണ്. ഫൈനലി മോര് ചാറ്. എനിക്ക് എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഈ മോര് ചാറ് കൂട്ടി കഴിക്കുമ്പോൾ ഫീലിംഗ് ഉണ്ടല്ലോ, അയ്യോ രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. സാധാരണ ക്രിസ്മസിന് എല്ലാവരും പ്ലം കേക്കാണ് മുറിക്കണത്, പക്ഷെ നമ്മൾ മുറിച്ചത് ജാക്ക് ഫ്രൂട്ട് കേക്കാണ്. പ്ലം കേക്ക് എനിക്ക് കുറച്ച് നെഞ്ചരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ വീട്ടിൽ കുറേ അധികം പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രേവിങ്സ് ആണ്. വേറെ ഒന്നിനുമല്ല, ഈ ബ്രെഡ് സ്റ്റൂ എങ്ങനെയും തീർക്കണമല്ല. ഈവനിങ് വീട്ടിൽ എല്ലാവരും വന്നതുകൊണ്ട് നമ്മൾ അടിച്ചുപൊളിയായിരുന്നു. മൊത്തത്തിലേ ഒരു വൈബായിരുന്നു. അപ്പൊ ഗ്രില്ല് ചെയ്യാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് നമ്മൾ പോത്തുംകാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോറി, ഇത് പോത്തുംകാലല്ല, പോത്തിന്റെ റിബാണ്. ഈ ഗ്രില്ലിംഗ് പരിപാടിയൊക്കെ പുറകിൽ പ്രവർത്തിച്ചത് എന്റെ അനിയനാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായില്ല. അവൻ തന്നെ മസാല കൂട്ടൊക്കെ ആഡ് ചെയ്ത് അവൻ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കൊണ്ട് തന്നെ ചെയ്ത സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കണത്. പിന്നെ നമ്മുടെ ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഗ്രില്ല് ചെയ്തു, ചിക്കനും അതുപോലെ പോത്തിന്റെ റിബിൽ അത്രയും ഫ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ കാലിലും ചിക്കൻ്റെ ഗ്രില്ലിലായിരുന്നു ആൾക്കാരുടെ കൈ മൊത്തം. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഫുള്ള് വൈബ് തന്നെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ പാട്ടിട്ട് അടിച്ചുപൊളി തന്നെയാണ്. അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയുണ്ടാ ജസ്റ്റ് കമന്റ് ചെയ്തേക്കെ. ബാക്കി ക്രിസ്മസ് വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.